നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും എയ്ഡ്സിനുമെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് സംസ്ഥാന NSS കാര്യാലയവും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന യുവജാഗരൺ യാത്രയ്ക്ക് താമരശ്ശേരി IHRD കോളേജിൽ സ്വീകരണം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ KM രാധിക ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർമാരായ S രേഷ്മ, TC അർച്ചന, IQAC കോർഡിനേറ്റർ M ആതിര, NSS സെക്രട്ടറി അശ്വിക അശോക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടീം മനോരഞ്ജൻ ആർട്സിന്റെയും NSS വളണ്ടിയർമാരുടെയും കലാപരിപാടികൾ അരങ്ങേറി. എലത്തൂർ മണ്ഡലത്തിലെ റോഡ് പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി, MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കുന്ന പദ്ധതികൾ, പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ, മറ്റ് വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള റോഡ് പദ്ധതികൾ എന്നിവയുടെ പുരോഗതികളാണ് യോഗം വിലയിരുത്തിയത്. പുതിയ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും സെപ്റ്റംബർ 30-നകം പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ എലത്തൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ, മെമ്പർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത 66-ൽ വെങ്ങളം അഴിയൂർ സ്ട്രെച്ചിലെ പ്രവൃത്തി വേഗത്തിലാക്കാൻ നടപടിയായതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രവൃത്തിക്കായി കൂടുതൽ തൊഴിലാളികളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 145 തൊഴിലാളികൾ ഉണ്ടായിരുന്നത് 572 വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 40.8 കിലോമീറ്റർ വരുന്ന സ്ട്രെച്ചിൽ 4 ഭാഗങ്ങളായി തിരിച്ച് പ്രത്യേകമായി പ്രവൃത്തി നടത്താനും വിലയിരുത്താനും മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം അതോറിറ്റി അംഗീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ഓമശ്ശേരി കോടഞ്ചേരി റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി പൂർത്തിയാകും വരെ ഓമശ്ശേരി പെരുവില്ലി വേനപ്പാറ അമ്പലത്തിങ്കൽ മണിപ്പാൽ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോടഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മൈക്കാവ് വഴിയും ശാന്തിനഗർ തോട്ടത്തിൽ കടവ് വഴിയും പോകണം. ടൂറിസം വകുപ്പിന് കീഴിലെ കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ 1.5 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും പ്രവേശനം. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 15 രാവിലെ 10 ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. പ്രായപരിധിയില്ല. ഫോൺ 0495238581 9037098455. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിക്ക് കീഴിൽ വിവിധ ഫീസുകൾ പിരിച്ചെടുക്കാൻ ദിവസവേതനത്തിൽ നിയമനം നടത്തും. യോഗ്യത SSLC പാസ്. പ്രായപരിധി 20-45. രാത്രികാല ജോലി ആയതിനാൽ പുരുഷന്മാർക്ക് മുൻഗണന. അഭിമുഖം സെപ്റ്റംബർ 15 രാവിലെ 10:30 ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. ഫോൺ 049523837780. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ 1 വർഷത്തേക്ക് റേഡിയോഗ്രാഫർ ട്രെയിനിയെ നിയമിക്കും. യോഗ്യത DRT, DRRT. പ്രായപരിധി 18-35. മാസം 5000 രൂപ സ്റ്റൈപ്പൻഡ് നൽകും. സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 19 രാവിലെ 11:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ സീനിയർ സിറ്റിസൺസിന് കമ്പ്യൂട്ടർ പരിശീലനം, ഹോം ടെക്നീഷ്യൻ കോഴ്സ് എന്നിവയിൽ പ്രവേശനം നൽകും. താൽപര്യമുള്ളവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ 049523700036 0913700026. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.